സ്ട്രെയിറ്റനിങ് അല്ലെങ്കിൽ അയണിങ് പോലുള്ള പല കെമിക്കൽ ട്രീറ്റ്മെന്റ്സും ചെയ്യാത്തവർ വളരെ ചുരുക്കമാണ്. അത്തരത്തിൽ ചെയ്യുന്നവർ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കുറച്ചു കാലത്തേക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹെയർ കെയർ റുട്ടീൻസും മറ്റും ഫോളോ ചെയ്യുമെങ്കിലും അത് നിർത്തുന്നതോടുകൂടി മുടി കൊഴിച്ചിലും അത് സംബന്ധിച്ച് മറ്റു പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുന്നും തലയോട്ടിയിലോ അല്ലെങ്കിൽ മുടിയിലോ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ മറ്റു പല ഇറിറ്റേഷൻസോ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഷാംപൂ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കഴിവതും സൾഫേറ്റ് അല്ലെങ്കിൽ പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. സ്കാൽപ്പ് എപ്പോഴും മോയ്സ്റ്റ് ആയി വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കഴിവതും ഫ്രീക്വന്റ് ആയിട്ടുള്ള ഹീറ്റ് സ്റ്റൈലിംഗ് അല്ലെങ്കിൽ ഹെയർ ഡ്രയർ ഉപയോഗം ഒഴിവാക്കുക. മുടി അമിതമായി വിയർക്കുന്നതും സ്കാൽപ്പിൽ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഇതിനോടൊപ്പം തന്നെ ഒരു ജനറൽ മാനേജ്മെന്റ് എന്ന നിലയ്ക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിച്ച് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഫോളോ ചെയ്തിട്ടും മുടി കൊഴിച്ചിൽ ഇപ്പോഴും അമിതമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ്.